എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. അവിടെ വളരെയധികം വിഷമത്തിൽ നയന ആദർശ് വരുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. നവ്യ നയനയോട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് നന്ദുവിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട്, പക്ഷേ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ട് അമ്മ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് പോലീസുകാർ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതായിരിക്കും. ഇനി ഇതെല്ലാം അച്ഛനോടും അമ്മയോടും എത്ര സമയം മൂടി വെച്ചിരിക്കാൻ പറ്റുമെന്ന് വിഷമത്തോടെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, മുത്തച്ഛൻ്റെ സ്വാധീനത്തിൽ അവളെ ഇന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കനകയും ഗോവിന്ദനും വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അവൾ എന്താണ് ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അപ്പോൾ കനക പറയുന്നുണ്ട്, അവളിപ്പോൾ ഫ്രണ്ട്സുമാരുടെ കൂടെ അടിച്ചു പൊളിക്കുകയായിരിക്കും. എങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് അവൾ അങ്ങനെ പോകുന്ന പതിവില്ലല്ലോ, ഇന്നിതെന്താ പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട് കനക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് കാറിൽ വന്നിറങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, നന്ദു ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. അപ്പോൾ തന്നെ ആദർശിന് കാര്യം പിടികിട്ടുന്നുണ്ട്, അച്ഛനും അമ്മയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നാൽ നീ കൂടെ വാ, നമുക്ക് പോയി അവളെ വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നയനയും ആദർശും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. അവർ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അതിലിടയ്ക്ക് കനകയും ഗോവിന്ദനും നവ്യയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ പോലീസ് ട്രെയിനിങ്ങിന് പോയാൽ നന്ദുവിനെ പിരിഞ്ഞിരിക്കേണ്ട വിഷമത്തെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആദർശ് നയനയും പോലീസ് സ്റ്റേഷനിൽ എത്തി. അവരെ കണ്ടതും പോലീസ് പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നന്ദുവിന് ജാമ്യം കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് നല്ല വാശിയുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ മാറി നിന്ന് ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ടാകും. നിങ്ങളിപ്പോൾ സാക്ഷികളുടെ ബലത്തിൽ നിങ്ങളുടെ ജോലി എളുപ്പമാക്കിയിരിക്കുകയാണ്, ഒന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ. നിയമത്തെ വെല്ലുവിളിക്കാനല്ല, നിയമത്തിനൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തെറ്റ് കണ്ടാൽ ഉടൻ പ്രതികരിക്കുന്ന സ്വഭാവമാണ് അവളുടേത്. ഇത് ഞങ്ങൾക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ കോടതിയിൽ നിന്ന് ഞങ്ങൾ അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചിരിക്കും. അപ്പോൾ SI പറയുന്നുണ്ട്, അങ്ങനെ ആയിക്കോട്ടെ, പിന്നെ ആഗ്രഹിച്ച മാതിരി അവൾക്ക് കാക്കിയിടാമല്ലോ. പിന്നെ അതിനുശേഷം ആദർശ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നന്ദുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നിങ്ങൾ പോയി കണ്ടുകൊള്ളൂ എന്ന് പറയുന്നുണ്ട് SI. പിന്നെ ആദർശ് പറയുന്നുണ്ട്, എരുമേലിയിൽ നമ്മൾ കണ്ടിട്ട് അധിക ദിവസമായില്ല, അതിനു മുമ്പ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറി, ഇവിടെ ഇനി എത്ര കാലം കാണും? അപ്പോൾ SI പറയുന്നുണ്ട്, ഒരു സ്റ്റേഷനിൽ ഇത്ര കാലം നിന്നു കൊള്ളാം എന്നൊന്നുമില്ല, ഇതല്ലെങ്കിൽ വേറെ, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ, വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാറില്ല, പക്ഷേ ഞങ്ങളെ ദ്രോഹിച്ചവരെ വെറുതെ വിടുകയുമില്ല. എന്നിട്ട് അവർ നന്ദുവിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ SI മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ, മറ്റവൻ്റെ ചേട്ടനാണല്ലോ ഇവൻ, ഇനി ഇവനും ആളെ വിട്ട് എന്നെ അടിക്കുമായിരിക്കും, അതായിരിക്കും പരിപാടി. എന്തായാലും കുഴപ്പമില്ല, അവൾക്ക് ഞാൻ ജാമ്യം കൊടുക്കില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നെ നന്ദുവിനെ കണ്ടതും നയന പോയി അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞില്ലല്ലോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു. രണ്ടുപേരും നല്ല വിഷമത്തിലാണ്. അതിനിടയ്ക്ക് ആദർശ് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ പോലീസുകാർ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ മോളെ എന്ന്. നന്ദു പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അഭിയേട്ടനോടുള്ള ദേഷ്യം ഇടയ്ക്കിടയ്ക്ക് വാക്കുകളിലൂടെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ശേഷം അവർ അവിടുന്ന് തിരിച്ച് കാറിൽ വരുന്നതാണ് കാണിക്കുന്നത്. നയന പറയുന്നുണ്ട്, ഇനി നമ്മൾ ഇതെങ്ങനെ അച്ഛനോടും അമ്മയോടും പറയും? നന്ദുവിന് ഇന്ന് ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി അവരിൽ നിന്ന് ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയന കരയുകയാണ്. പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. അവിടെ കനകയും ഗോവിന്ദനും നവ്യയും കൂടി സംസാരിക്കുകയാണ്. എല്ലാം നന്ദുവിനെ പറ്റിയാണ് പറയുന്നത്. നന്ദുവിന് സ്വർണ്ണമോതിരം ഫ്രണ്ട്സ് കൊടുത്തതും അതിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട് എന്നൊക്കെ കനക ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ആദർശും നയനയും എത്തുന്നുണ്ട്. അവർ കാറിൽ നിന്നിറങ്ങി. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, നന്ദുവിനെ കാണുന്നില്ലല്ലോ. കനക നയനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നന്ദുവിനെ കണ്ടില്ലേ എന്ന്. അപ്പോഴേക്ക് ആദർശ് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും വിഷമിക്കരുത്, അവൾക്ക് ഇന്ന് വരാൻ കഴിയില്ല. അപ്പോൾ ഗോവിന്ദൻ പറയുന്നത്, വരാൻ പറ്റില്ലെന്നോ? അവൾക്ക് രാവിലെ തന്നെ പോകേണ്ടതല്ലേ, വെളുപ്പിന് 5 മണിക്ക് പോകേണ്ടതാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ യാത്ര മുടങ്ങും അച്ഛാ.
ആരോ നന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കി. അവൾ ഇപ്പോൾ ലോക്കപ്പിലാണ്. നാളെ കോടതിയിൽ നിന്നേ ജാമ്യം കിട്ടുകയുള്ളൂ. എന്നിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും നയനയും നവ്യയും എല്ലാവരും കൂടി കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും സംശയം ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ആ അനാമികയും അവളുടെ അച്ഛനുമാണെന്നാണ് എന്ന് നവ്യ പറയുന്നുണ്ട്. കനകയ്ക്കും ഗോവിന്ദനും വല്ലാത്ത സങ്കടവും കരച്ചിലും വരുന്നുണ്ട്. കനക ആദർശനോട് ചോദിക്കുന്നുണ്ട്, മോൻ്റെ മുത്തശ്ശൻ പറഞ്ഞാൽ പോലീസുകാരൻ കേൾക്കില്ലേ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കേൾക്കുമായിരുന്നു, പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയുള്ളൂ. ഇതൊക്കെ കേട്ട് കനക പൊട്ടിക്കരയുന്നുണ്ട്. ഗോവിന്ദൻ ആദർശനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ മോനെ, എന്തെങ്കിലും മാർഗമുണ്ടോ അവളെ പുറത്തിറക്കാൻ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.